വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. സൗരയൂഥങ്ങളും സവിശേഷതകളും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് ഏതാണ്? ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം, ഗ്രഹങ്ങള് തമ്മില് എത്ര ദൂരമുണ്ട് എന്ന് അതിന് വേണ്ടിയിട്ടുള്ള ആ തോത്, അത് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് ഏതാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. എന്താണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പൊ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കൃത്യമായി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി വിഭജിക്കുന്ന അക്ഷാംശരേഖ ഏതാണ്? ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി വിഭജിക്കുന്ന അക്ഷാംശരേഖയ്ക്ക് വിളിക്കുന്ന പേര് ഭൂമധ്യരേഖ എന്നാണ്. ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി വിഭജിക്കുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഇനി അടുത്തത് ക്ഷുദ്രഗ്രഹങ്ങൾ എവിടെ കാണപ്പെടുന്നു? ക്ഷുദ്രഗ്രഹങ്ങൾ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ കാണപ്പെടുന്നു. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. അപ്പൊ ക്ഷുദ്രഗ്രഹങ്ങൾ എവിടെയാ കാണപ്പെടണേ? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ക്ഷുദ്രഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സൂര്യനിൽ ഊർജ ഉൽപാദനം നടക്കുന്ന പ്രവർത്തനം. സൂര്യനിൽ ഊർജ ഉൽപാദനം നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താ പ്രവർത്തനത്തിന്റെ പേര്? ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിൽ ഊർജ ഉൽപാദനം നടക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നത്. അടുത്തത് ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ബുധനാണ്. ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനാണ് ഉപഗ്രഹം ഇല്ലാത്ത ഗ്രഹം. ക്ലിയർ ആയില്ലേ? അടുത്തത് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് എന്നാണ്? ജൂൺ 21-നാണ് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് എന്നാണ്? ജൂൺ 21-നാണ് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ വരുന്നത് ജൂൺ 21. ഭൂമിയിൽ ഒരാളുടെ ഭാരം 72 കിലോഗ്രാം ആണെങ്കിൽ ആളുടെ ചന്ദ്രനിലെ ഭാരം എത്രയാണ്? ചന്ദ്രനിലെ ഭാരം എത്രയാണ്? 12 കിലോ ആണ്. അപ്പോ 1/9 ആണ് അല്ലെ. അപ്പൊ എത്രയാണ് ഭാരം? എത്രയാണ് ഭാരം എന്ന് പറയുന്നത്? ചന്ദ്രനിലെ ഭാരം 12 കിലോഗ്രാം ആണ്. ഭൂമിയില് 72 കിലോ ഭാരമുള്ള ഒരു വ്യക്തിയുടെ ചന്ദ്രനിലെ ഭാരം എത്രയാണ്? 72 ഇൻറ്റു എത്ര ചെയ്യാ? നമ്മൾ 1/6 ചെയ്യാ. അപ്പൊ 6 ചെയ്യുമ്പോൾ 1, ഇവിടെ എത്രയാണ്? 2. അപ്പൊ 12 ഗ്രാം. അപ്പൊ 1/6 ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. ഭൂമിയോട് അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യൻ. അടുത്തത് ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? ഭൂമിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? സാങ്കല്പിക രേഖ രേഖാംശ രേഖയാണ്.
ഏതാണ്? രേഖാംശ രേഖയാണ് കേട്ടോ. രേഖാംശ രേഖ ഏതാ? രേഖാംശ രേഖ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? രേഖാംശ രേഖ. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുവാൻ നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏത് യൂണിറ്റ് ആണ്? പ്രകാശവർഷമാണ്. പ്രകാശവർഷം. നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് പ്രകാശവർഷമാണ്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലുമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. ഇനി അടുത്തത് പൊക്രാനിലെ അണുപരീക്ഷണത്തിന് ഇന്ത്യ ഉപയോഗിച്ച മൂലകം ഏതാണ്? പ്ലൂട്ടോണിയമാണ്. ഏതാണ്? പ്ലൂട്ടോണിയം. പൊക്രാനിലെ അണുപരീക്ഷണത്തിന് ഇന്ത്യ ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയമാണ്. ഇനി സാങ്കല്പികമായ അച്ചുതണ്ടിൽ ഭൂമിക്ക് ഒരു തവണ സ്വയം കറങ്ങുന്നതിന് എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമിക്ക് ഒരു തവണ സ്വയം കറങ്ങാൻ, ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ ഭൂമിക്ക് ഒരു തവണ സ്വയം കറങ്ങാൻ എത്ര സമയം വേണം? 23 മണിക്കൂർ. ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇങ്ങനെ തന്നെയാണ് ഓപ്ഷനില്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് വേണം. അടുത്തത് ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? കെപ്ലർ ആണ്. ആരാണ്? കെപ്ലർ. ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ചത് കെപ്ലർ ആണ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തി ആരാണ്? ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് ഇറങ്ങിയത് ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ വ്യക്തി നീൽ ആംസ്ട്രോങ് ആണ്. സമരാത്ര ദിനം എന്നാണ്. സമരാത്ര ദിനം മാർച്ച് 21. സമരാത്ര ദിനം മാർച്ച് 21. സമരാത്ര ദിനം മാർച്ച് 21. ക്ലിയർ ആയില്ലേ? ഒരു റോക്കറ്റ് ഭൂമിയുടെ ആകർഷണ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് ബഹിരാകാശത്തേക്ക് എത്തണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രവേഗം എത്രയാണ്? ഏറ്റവും കുറഞ്ഞ പ്രവേഗം. ഒരു റോക്കറ്റിന് ഭൂമിയുടെ ആകർഷണ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് ബഹിരാകാശത്ത് എത്താൻ എത്ര പ്രവേഗം വേണം? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേണം. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഏതാണ്? ഏറ്റവും വലിയ അക്ഷാംശരേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഏറ്റവും വലിയ അക്ഷാംശരേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ചന്ദ്രനില് മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ചന്ദ്രയാൻ. ചന്ദ്രനിൽ മഞ്ഞുപാളികൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. അടുത്തത് ധൂമകേതുവിനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ഏതാണ്? ധൂമകേതുവിനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ഡീപ്പ് ഇമ്പാക്റ്റ് ആണ്. ഡീപ്പ് ഇമ്പാക്റ്റ്. ധൂമകേതുവിനെ കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ഡീപ്പ് ഇമ്പാക്റ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? രാകേഷ് ശർമ്മ. ആരാണ്? രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്.
അടുത്തത് ബ്ലാക്ക് ഹോൾ എന്നാൽ എന്താണ്? എന്താണ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്? ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ. അപ്പൊ ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത് മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. ഇനി സൂപ്പർനോവ സ്ഫോടനം. സൂപ്പർനോവ സ്ഫോടനം എന്തിന്റെ സൂചനയാണ്? സൂപ്പർനോവ സ്ഫോടനം എന്തിന്റെ സൂചനയാണ്? നക്ഷത്രങ്ങളുടെ മരണത്തിന്റെ നക്ഷത്രങ്ങളുടെ മരണത്തിന്റെ സൂചനയാണ് സൂപ്പർനോവ സ്ഫോടനം. നക്ഷത്രങ്ങളുടെ മരണത്തിന്റെ സൂചന ട്ടോ. ഇനി ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ്. ഇനി നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ആകാശഗോളങ്ങളെ എന്തു വിളിക്കുന്നു? നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ഗോളങ്ങളെ നമ്മൾ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വയ്ക്കുന്ന ഗോളങ്ങളെ നമ്മൾ ഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ലേ? ഏറ്റവും തിളക്കമേറിയ ഗ്രഹം ഏതാണ്? തിളക്കമേറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും തിളക്കമേറിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ഏതാണ്? പ്രകാശമാനമായ ഗ്രഹം എന്ന് പറയുന്നതും ഏതിനെയാണ്? ശുക്രനെയാണ്. കൂടുതൽ പ്രകാശമാനമായ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഭൂമിയുടെ ശരാശരി താപനില എത്രയാണ്? ഭൂമിയുടെ ശരാശരി താപനില 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ശരാശരി താപനില 16 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമിയാണ്. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹം ഭൂമിയാണ്. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എത്ര സമയം എടുക്കുന്നു? ചോദ്യം ഉത്തരം ഓപ്ഷൻ എങ്ങനെയാണെന്നറിയോ? 28 ദിവസം, 27 ദിവസം, 26 ദിവസം, 28 ദിവസത്തിൽ സ്വല്പം കുറവ്. അതാണ് ഉത്തരം ട്ടോ. 28 ദിവസത്തിൽ സ്വല്പം കുറവ് എന്നാണ് ഉത്തരം പറയേണ്ടത്. എന്തിന്? ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം 28 ദിവസത്തിൽ സ്വല്പം കുറവാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ഏതാണ്? ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം ചന്ദ്രൻ. പൂർണ്ണ ചന്ദ്രഗ്രഹണം എപ്പോ ഉണ്ടാകുന്നു? പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് പൗർണമി നാളിലാണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് പൗർണമി നാളിലാണ്. പൂർണ്ണ ചന്ദ്രഗ്രഹണം പൗർണമി നാളിൽ ഉണ്ടാകുന്നു. ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കാൻ ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു? എത്ര സമയം? ഇതിൽ ശ്രദ്ധിക്കുക. 30 ദിവസം, 29.5 ദിവസം, ഒരു ദിവസം, 27.3 ദിവസം. ഉത്തരം അതാണ് ട്ടോ. ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ 27.3 ദിവസം എടുക്കുന്നു. 27.3 ദിവസം എടുക്കുന്നു. ഇനി ചന്ദ്രഗ്രഹണ സമയത്ത് ഇങ്ങനെയാണ് ചോദ്യം. എന്നിട്ട് ഒരു ഡാഷ് ഇട്ടേക്കാണ്, 4 ഓപ്ഷൻ തന്നേക്കാണ്. ഉത്തരം ഇതാണ്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു. ഭൂമിയുടെ നിഴൽ സൂര്യനിൽ പതിക്കുന്നു. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. അങ്ങനെയൊക്കെയാണ് 4 ഓപ്ഷൻ തന്നേക്കണേ. അപ്പൊ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് എപ്പോഴാണ്? ചന്ദ്രഗ്രഹണ സമയത്ത്. ഭൂമിയുടെ നിഴൽ എവിടെ പതിക്കുന്നു? ചന്ദ്രനിൽ പതിക്കുന്നു.
എന്താണ് സെലനോഗ്രഫി? എന്താണ് സെലനോഗ്രഫി? എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോഗ്രഫി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലിനോഗ്രഫി. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ്? സാന്ദ്രത കൂടുതൽ ഏതിനാണ്? ഭൂമിക്കാണ്. ഏറ്റവും സാന്ദ്രത കൂടുതലുള്ള ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ്. ക്ലിയർ ആയില്ലേ? ഭൂമിയുടെ അച്ചുതണ്ട് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്? ഭൂമിയുടെ അച്ചുതണ്ട് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത് എന്നാണ് സങ്കല്പം? 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ട് 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത് എന്നാണ് സങ്കല്പം. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 8 മിനിറ്റ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 8 മിനിറ്റ് വേണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ നമ്മുടെ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഭൗതിക ശാസ്ത്രത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ് അസ്ട്രോണമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഭാഗങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു റിവിഷൻ ആണെന്ന് കൂട്ടിയാൽ മതി നിങ്ങളത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ച് വെക്കാം കേട്ടോ.